ശാസ്ത്രത്തെ നന്നായി അറിയുന്നവർ പോലും ശാസ്ത്രബോധമില്ലാത്തവരായി മറ്റ് പലതിന്റെയും പിറകെ പോകുന്നവരായി മാറിയ വർത്തമാനകാലത്ത് കുറച്ചുകൂടി ആധികാരികമായി ശാസ്ത്രമേഖലയിൽ വിഷയത്തെക്കുറിച്ച് ചർച്ച ചെയ്യേണ്ടതുണ്ടെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വി.എസ്. പ്രിൻസ് പറഞ്ഞു. കേരള ശാസ്ത്ര സാങ്കേതിക പരിസ്ഥിതി കൌൺസിൽ, KFRI, കേരള കാർഷിക സർവകലാശാല എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ വെള്ളാനിക്കര കാർഷിക സർവകലാശാലയിൽ ആരംഭിച്ച 30ാമത് കേരള ശാസ്ത്ര കോൺഗ്രസിന്റെ ഭാഗമായി സംഘടിപ്പിച്ച ദേശീയ ശാസ്ത്ര പ്രദർശനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കാർഷിക സർവകലാശാല രജിസ്ട്രാർ ഡോക്ടർ സക്കീർ ഹുസൈൻ അധ്യക്ഷത വഹിച്ചു. മാടക്കത്തറ പഞ്ചായത്ത് പ്രസിഡന്റ് ഇന്ദിരാ മോഹൻ, ജില്ലാ പഞ്ചായത്ത് അംഗം PS വിനയൻ, ശാസ്ത്ര സാങ്കേതിക പരിസ്ഥിതി കൌൺസിൽ മെമ്പർ സെക്രട്ടറി ഡോക്ടർ A. സാബു, KFRI ശാസ്ത്രജ്ഞൻ ഡോക്ടർ P. ബാലകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. ശനിയാഴ്ച രാവിലെ 10-ന് ദേശീയ ശാസ്ത്ര കോൺഗ്രസ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. 4 ദിവസം നീണ്ടുനിൽക്കുന്ന ശാസ്ത്ര കോൺഗ്രസ് തിങ്കളാഴ്ച സമാപിക്കും. ഒറ്റപ്പിലാവിൽ തണത്തറ പാലത്തിന് സമീപം സ്വകാര്യ വ്യക്തിയുടെ പറമ്പിലേക്ക് ബൈക്കിലെത്തിയ അജ്ഞാതൻ പെട്രോൾ ബോംബ് എറിഞ്ഞു. ഇന്ന് പുലർച്ചെയായിരുന്നു സംഭവം. പാലവളപ്പിൽ ഹൈദരാലിയുടെ ഉടമസ്ഥതയിലുള്ള കൃഷിസ്ഥലത്തേക്കാണ് അജ്ഞാതൻ പെട്രോൾ ബോംബ് എറിഞ്ഞത്. സംഭവത്തെ തുടർന്ന് കൃഷിസ്ഥലം മറച്ചിരുന്ന തുണി, ചുറ്റുവേലി, വാഴകൾ എന്നിവ കത്തിനശിച്ചു. കൃഷിയിടത്തിൽ സ്ഥാപിച്ച CCTV ക്യാമറയിൽ സംഭവത്തിന്റെ ദൃശ്യങ്ങൾ പതിഞ്ഞിട്ടുണ്ട്. സംഭവത്തെ തുടർന്ന് കുന്നംകുളം പോലീസിൽ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ചൂട് കൂടുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 2 ഡിഗ്രി സെൽഷ്യസ് മുതൽ 3 ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയരാൻ സാധ്യതയെന്നാണ് മുന്നറിയിപ്പുള്ളത്. ഉയർന്ന ചൂട്, സൂര്യാഘാതം, സൂര്യതാപം, നിർജ്ജലീകരണം തുടങ്ങി നിരവധി ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകും. സംസ്ഥാനത്ത് ഉയർന്ന ചൂട് റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന സാഹചര്യത്തിൽ പൊതുജനങ്ങൾക്കായി സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ജാഗ്രതാ നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചു. ഗുരുവായൂർ ചൂൽപ്പുറത്ത് ബൈക്കിടിച്ച് ആക്രി കച്ചവടക്കാരന്റെ കാൽപ്പത്തിയറ്റു. കർണാടക സ്വദേശി നാഗഷെട്ടിയുടെ കാൽപ്പത്തിയാണറ്റത്. ബൈക്ക് യാത്രക്കാരനും അപകടത്തിൽ പരിക്കേറ്റു. ബൈക്ക് യാത്രക്കാരനായ കൂനമൂച്ചി സ്വദേശി രാജനാണ് പരിക്കേറ്റത്. ഉന്തുവണ്ടിയിൽ ആക്രി വസ്തുക്കൾ ശേഖരിച്ച് മടങ്ങുന്നതിനിടയിൽ നാഗഷെട്ടിയെ കുന്നംകുളം ഭാഗത്തുനിന്നെത്തിയ ബൈക്ക് ഇടിക്കുകയായിരുന്നു. പരിക്കേറ്റ രാജനെ കുന്നംകുളത്തെ സ്വകാര്യ ആശുപത്രിയിലും നാഗഷെട്ടിയെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. മണ്ണമ്പേട്ടയിൽ ടിപ്പർ ലോറി പാഞ്ഞു വരുന്നത് കണ്ട് മാറുന്നതിനിടെ സൈക്കിൾ കാനയിലേക്ക് വീണ് സഹോദരങ്ങളായ 2 വിദ്യാർത്ഥികൾക്ക് പരിക്കേറ്റു. മണ്ണമ്പേട്ട കൊളുത്തുംപറമ്പിൽ ധനീഷിന്റെ മക്കളായ ചിന്മയ, ആരവ് എന്നിവർക്കാണ് പരിക്കേറ്റത്. നിസ്സാര പരിക്കേറ്റ ഇരുവരെയും മണ്ണമ്പേട്ടയിലെ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ എത്തിച്ച് ചികിത്സ നൽകി. ട്യൂഷൻ കഴിഞ്ഞ് സൈക്കിളിൽ വന്നിരുന്ന കുട്ടികൾക്ക് നേരെ ടിപ്പർ ലോറി പാഞ്ഞു വരികയായിരുന്നു. നിർമ്മാണം നടക്കുന്ന റോഡിൽ ലോറി വരുന്നത് കണ്ട് ഭയന്ന കുട്ടികൾ ഒഴിഞ്ഞു മാറുന്നതിനിടെ കോൺക്രീറ്റ് കാനയിലേക്ക് വീണാണ് പരിക്കേറ്റത്. ലോറി ഡ്രൈവറുടെ അശ്രദ്ധയാണ് അപകടത്തിനിടയാക്കിയതെന്നും ലോറി നിർത്താതെ പോയതായും നാട്ടുകാർ ആരോപിച്ചു. ടിപ്പർ ലോറികൾ അമിത വേഗതയിൽ പോകുന്നത് നിയന്ത്രിക്കണമെന്നും പോലീസ് പരിശോധന കർശനമാക്കണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു. ചൂണ്ടൽ കുറ്റിപ്പുറം സംസ്ഥാന പാതയിൽ പെരുമ്പിലാവ് കൊരട്ടിക്കര സ്കൂളിന് സമീപം ഓടിക്കൊണ്ടിരിക്കെ സ്വകാര്യ ബസിന്റെ മുൻവശത്തെ ചില്ല് തകർന്നു വീണു. കുന്നംകുളം കോഴിക്കോട് റൂട്ടിൽ സർവീസ് നടത്തുന്ന അനൂസ് ബസിന്റെ മുൻവശത്തെ ചില്ലാണ് തകർന്നു വീണത്. അപകടത്തിൽ ആർക്കും പരിക്കില്ല. ഗ്ലാസ് തകരാനുള്ള കാരണം വ്യക്തമല്ല. കാണാതായ പോലീസ് ഉദ്യോഗസ്ഥനെ തൃശൂർ നഗരത്തിലെ ലോഡ്ജിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. കൊല്ലം എടവട്ടം സ്വദേശി മഞ്ചേരി പുത്തൻ വീട്ടിൽ 49 വയസ്സുള്ള മഹീഷ് രാജാണ് മരിച്ചത്. തിരുവനന്തപുരം സിറ്റിയിലെ സീനിയർ സിവിൽ പോലീസ് ഓഫീസറാണ്. ഈ മാസം 3-ാം തീയതി മുതൽ മഹീഷ് രാജിനെ കാണാതായിരുന്നു. ഈ മാസം 4-നാണ് തൃശൂർ ചെട്ടിയങ്ങാടിയിലെ ലോഡ്ജിൽ മുറിയെടുത്തത്. വാതിൽ തുറക്കാത്തതിനെ തുടർന്ന് ഇന്ന് രാവിലെ ലോഡ്ജ് ജീവനക്കാർ ഫയർഫോഴ്സിനെ വിവരമറിയിക്കുകയായിരുന്നു. പുത്തൂരിൽ മധ്യവയസ്കനെ മർദ്ദിച്ചു കൊന്ന കേസിൽ അറസ്റ്റിലായ പ്രതികളെ സംഭവസ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തി. പുത്തൂർ സ്വദേശി മാളിയക്കൽ ലിംസൺ, വരടിയം സ്വദേശി ബിനു എന്നിവരെയാണ് ഉല്ലൂർ പോലീസ് സംഭവസ്ഥലത്ത് എത്തിച്ച് തെളിവെടുപ്പ് നടത്തിയത്. കഴിഞ്ഞ മാസം 22-നാണ് കൊലപാതകം നടന്നത്. മധുര സ്വദേശി ശെൽവകുമാറാണ് കൊല്ലപ്പെട്ടത്. പ്രതികൾ 2 പേരും ശെൽവകുമാറിന്റെ സുഹൃത്തുക്കളാണ്. മദ്യപാനത്തിനിടെയുണ്ടായ തർക്കമാണ് കൊലയിൽ കലാശിച്ചത്. ഓർമ്മകളുടെ ഭാരം പേറി നാട്ടുവഴികളിൽ അത്താണികൾ വിശ്രമിക്കുകയാണ്. വാഹനഗതാഗതം പ്രചാരത്തിൽ വരുന്നതിന് മുൻപ് ദീർഘദൂരം ചരക്കുകൾ തലച്ചുമടായി കൊണ്ടുപോകുന്നവർക്ക് ഇടയ്ക്ക് ചുമിടിറക്കി വെച്ച് വിശ്രമിക്കുന്നതിനായി പാതയോരങ്ങളിൽ നാട്ടി നിർത്തിയിരിക്കുന്ന
വലിയ കരിങ്കല്ലുകളാണ് അത്താണി അഥവാ ചുമടുതാങ്ങി. 2 കരിങ്കല്ലുകൾക്ക് മുകളിൽ മറ്റൊരു കല്ല് വെച്ചാണ് ഇവ നിർമ്മിക്കുന്നത്. പരസഹായം കൂടാതെ ചുമടിറക്കി വെക്കാനുള്ള ഉപാധിയായിരുന്നു ഇത്. ഗ്രാമീണ വഴികളിൽ ഒട്ടുമിക്ക നാൽക്കവലകളിലും ഇത്തരത്തിലുള്ള അത്താണികൾ കാണാമായിരുന്നു. ഉന്തുവണ്ടിയും മോട്ടോർ വാഹനങ്ങളും ഉൾപ്പെടെയുള്ള ചരക്കുവാഹനങ്ങൾ നിരത്തിലിറങ്ങിയതോടെ കാലക്രമേണ അത്താണികൾ അരങ്ങൊഴിഞ്ഞു. എങ്കിലും കൊടുങ്ങല്ലൂരിന്റെ പല പ്രദേശങ്ങളിലും ഇന്നലെയുടെ അടയാളമായി അത്താണികൾ നിലനിൽക്കുന്നുമുണ്ട്. പടാക്കുളം, എടവിലങ്ങ്, JDS ജംഗ്ഷൻ തുടങ്ങിയ സ്ഥലങ്ങളിൽ അത്താണികളെ സംരക്ഷിച്ച് നിർത്തിയിട്ടുമുണ്ട്. അത്താണികൾ കേരള ചരിത്രത്തിൻ്റെ തന്നെ പഴയ കാല ചരിത്രത്തിൻ്റെ തിരിശേഷിപ്പുകളാണ്. നമുക്കിപ്പോഴും പലയിടങ്ങളിലും ഈ അത്താണികൾ നമ്മളുണ്ട്. അത് ഒന്നും തന്നെ ചിലത് സംരക്ഷിക്കപ്പെടാതെ റോഡ് സൈഡിലൊക്കെ തന്നെ നിൽക്കുന്നുണ്ട്. എറിയാട് ബാലാനുബോധിനി സ്കൂളിലെ വിദ്യാർത്ഥികൾ ചരിത്രാന്വേഷകന്മാരുടെ സഹായത്തോടെ പഴയ 2 അത്താണികൾ കണ്ടെത്തി സ്കൂൾ വളപ്പിൽ സംരക്ഷിക്കുന്നുമുണ്ട്. എറിയാട്, എടവിലങ്ങ് പഞ്ചായത്തുകളിൽ അത്താണി എന്ന പേരിൽ സ്ഥലങ്ങളുമുണ്ട്. കാലമിത്ര കഴിഞ്ഞിട്ടും ഓർമ്മകളുടെ വഴിത്താരയിൽ നമ്മയും കാത്ത് അത്താണികൾ നിൽപ്പാണ്. TCV ന്യൂസ്, കൊടുങ്ങല്ലൂർ. 30 കോടി രൂപ ചെലവഴിച്ച് നിർമ്മാണം പൂർത്തീകരിച്ച തൃശൂർ സഹകരണ സ്പിന്നിംഗ് മിൽ ഉടൻ തുറന്നു പ്രവർത്തിക്കണമെന്നും ബജറ്റ് വിഹിതമായി സംസ്ഥാന സർക്കാർ അനുവദിച്ച 6 കോടി രൂപ ലഭ്യമാക്കണമെന്നും ആവശ്യപ്പെട്ട് സംയുക്ത ട്രേഡ് യൂണിയന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ സമരവും കരിദിനാചരണവും നടത്തി. INTUC യൂണിയൻ സെക്രട്ടറി P. രമേശൻ നായർ ഉദ്ഘാടനം ചെയ്തു. എംപ്ലോയീസ് യൂണിയൻ സെക്രട്ടറി MK സുന്ദരൻ അധ്യക്ഷത വഹിച്ചു. CITU യൂണിയൻ സെക്രട്ടറി MS പ്രദീപ്, BMS യൂണിയൻ സെക്രട്ടറി VC ഷാജി, AC കണ്ണൻ, KK അബ്ദുൽ ഖാദർ തുടങ്ങിയവർ സമരത്തിന് നേതൃത്വം നൽകി. വിളക്കാട്ടുപാടം ദേവസൂര്യ ലൈബ്രറിക്ക് സമീപം ചൊറിയൻ പുഴുവിന്റെ ശല്യം അതിരൂക്ഷമായി. വീടുകളിലെ ചുമരുകളിലും പൈപ്പുകളിലും റോഡിലും നിറയെ ചൊറിയൻ പുഴുക്കൾ കയറുന്നതിനാൽ ഭീതിയിലാണ് നാട്ടുകാർ. പാടത്തുനിന്നും റോഡിലേക്ക് കയറുന്ന പുഴുക്കൾ വീടുകളിലേക്കും കയറുകയാണ്. സമീപത്തെ അംഗനവാടിയിലും ചൊറിയൻ പുഴുവിന്റെ ശല്യമുണ്ട്. ചൊറിയൻ പുഴുവിന്റെ വ്യാപനം നിയന്ത്രിക്കുന്നതിന് അധികൃതരുടെ ഭാഗത്തുനിന്നും അടിയന്തര നടപടിയെടുക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. വിളക്കാട്ടുപാടം ദേവസൂര്യ ക്ലബിന് സമീപത്തുള്ള പാടത്തു നിന്നും ചൊറിയൻ പുഴുക്കൾ കയറി വീടുകളിലേക്ക് ഭയങ്കര ശല്യമാണ്. ഇവിടെ നഴ്സറി അടക്കം മറ്റുള്ള ചെറിയ കുട്ടികൾ പഠിക്കുന്ന സ്ഥലമാണ്. ഇവിടേക്കെല്ലാം പുഴുക്കൾ കയറുമ്പോൾ ഭയങ്കര ശല്യമായിട്ടാണ്. വീടുകൾക്കെല്ലാം ശല്യമായിട്ട് ഇവിടെ റോട്ടിലേക്ക് കയറിയിട്ട് ചൂല് കൊണ്ടാണ് അടിച്ച് കളയുന്നത്. അതുകൊണ്ട് മുനിസിപ്പാലിറ്റി അധികൃതർ ഇതിന് വേണ്ട നടപടി സ്വീകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻ മാള ഏരിയ പ്രതിനിധി സമ്മേളനം ജില്ലാ വൈസ് പ്രസിഡന്റ് ജോസ് തേറാട്ടിൽ ഉദ്ഘാടനം ചെയ്തു. ഏരിയ പ്രസിഡന്റ് TA ഉണ്ണികൃഷ്ണൻ അധ്യക്ഷനായി. ജില്ലാ കമ്മിറ്റി അംഗം അൻസിയ റഹ്മത്തുള്ള, ലീല ശ്രീധരൻ, ബീന ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. ഭാരവാഹികളായി പ്രസിഡന്റ് TA ഉണ്ണികൃഷ്ണൻ, സെക്രട്ടറി KK യൂസഫ് എന്നിവരെ തിരഞ്ഞെടുത്തു. വടക്കാഞ്ചേരി ഉത്രാളിക്കാവ് പൂരത്തോടനുബന്ധിച്ച് ഓട്ടുപാറയിൽ സംഘടിപ്പിക്കുന്ന അഖിലേന്ത്യാ പ്രദർശനത്തിന്റെ കാൽനാട്ട് കർമ്മം സേവ്യർ ചിറ്റിലപ്പള്ളി MLA നിർവഹിച്ചു. നഗരസഭാ ചെയർമാൻ PN സുരേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. നഗരസഭാ വൈസ് ചെയർപേഴ്സൺ OR ഷീല മോഹനൻ, പ്രദർശന കമ്മിറ്റി ഭാരവാഹികളായ അജിത് കുമാർ മല്ലയ്യ, AK സതീഷ് കുമാർ, NK പ്രമോദ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു. ഈ മാസം 14 മുതൽ 28 വരെയാണ് അഖിലേന്ത്യാ പ്രദർശനം നടക്കുക. നന്ദിപുലം കിഴക്കേ കുമരഞ്ചിറ ഭഗവതി ക്ഷേത്രത്തിൽ ശ്രീകോവിൽ സമർപ്പണവും നവീകരണ കലശ സമാപന സാംസ്കാരിക സദസ്സും നടന്നു. മുൻ MLA TV ചന്ദ്രമോഹൻ ഉദ്ഘാടനം ചെയ്തു. ക്ഷേത്ര ഉപദേശക സമിതി പ്രസിഡന്റ് PV രഘുനാഥ് അധ്യക്ഷത വഹിച്ചു. വൈദികൻ പെരുമ്പടപ്പ് മന ഹൃഷികേശൻ അക്കിത്തിരിപ്പാട്, വ്യവസായി C മോഹൻദാസ്, ആദരണീയം സെക്രട്ടറി K ഗോപാലകൃഷ്ണൻ, തന്ത്രി പ്രസാദ് മാധവൻ നമ്പൂതിരി തുടങ്ങിയവർ സംസാരിച്ചു. മറ്റത്തൂർ ഇറിഗേഷൻ കനാലിലെ തകരാറിലായ സ്പൌട്ടുകൾ പ്രവർത്തനക്ഷമമാക്കുന്ന നിർമ്മാണ പ്രവർത്തികൾ ആരംഭിച്ചു. ഇതിന്റെ ഭാഗമായി സ്പൌട്ടുകളിലെ കേടുവന്ന ഷട്ടറുകൾ പുനഃസ്ഥാപിക്കുന്ന പണിയാണ് നടക്കുന്നത്. കനാലിന്റെ ആദ്യ 5 കിലോമീറ്ററിനുള്ളിലുള്ള 30ഓളം സ്പൌട്ടുകളാണ് ഇത്തരത്തിൽ അറ്റകുറ്റപ്പണി നടത്തി കാര്യക്ഷമമാക്കുന്നത്. സ്പൌട്ടുകൾ ശരിയായ രീതിയിൽ അടയ്ക്കാനും തുറക്കാനും സാധിക്കുന്നതോടെ കനാൽ വഴിയുള്ള ജലവിതരണം കൂടുതൽ കാര്യക്ഷമമാക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷ. സ്പൌട്ടുകളിലെ ഷട്ടറുകൾ തുരുമ്പെടുത്ത് നശിച്ചുപോയതിനാൽ കനാൽ വെള്ളം പലയിടത്തും പാഴായി പോയിരുന്നു.
പാരമ്പര്യമായി കൈമാറി കിട്ടിയതാണെങ്കിലും തൈപ്പൂയത്തിന് ആടിത്തിമിർക്കാനുള്ള പൂക്കാവടികൾ ഒരുക്കുന്നത് രാജമ്മയ്ക്കും നാട്ടുകാർക്കും വീട്ടുകാര്യമാണ്. കുഴൂർ ഗ്രാമം ഇപ്പോൾ പൂക്കാവടികളുടെ പണിശാലയിലായി മാറിയിരിക്കുകയാണ്. കുഴൂർ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ ചൊവ്വാഴ്ച നടക്കുന്ന തൈപ്പൂയ ആഘോഷത്തിനായാണ് പൂക്കാവടികൾ ഒരുക്കുന്നതെങ്കിലും തുടർന്നുള്ള ഓരോ ഉത്സവാഘോഷത്തിനും കൊണ്ടുപോകുന്നത് കുഴൂരിലെ കാവടികളാണ്. മാങ്ങോട്ടുപറമ്പിൽ 75-കാരിയായ രാജമ്മ കുഴൂർ വടക്കേ സെറ്റിന്റെ പ്രധാനിയാണ്. ഇവരുടെ വീട്ടിലാണ് 25-അംഗ സംഘം ഒരു മാസമായി പൂക്കാവടികൾ ഒരുക്കുന്നത്. ഒരു മാസത്തോളമായി ഞങ്ങൾ തുടങ്ങിയിട്ട് ഇതിൻ്റെ ഈർക്കിൽ മുട്ട് പിടിക്കൽ, അത് തിരികെ മുട്ട് പിടിച്ച് കൊണ്ട് തിരികെ പൂ കോർക്കുക, കുത്തി കോർക്കുക. അത് കഴിഞ്ഞ് പിന്നെ കൂട് കിട്ടും. കൂട് കൂട്ടി കഴിഞ്ഞിട്ട് പിന്നെ അല്ലിയിട്ടു കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ കൂട് കൂട്ടാൻ ഇത് നോക്കണം. വടക്കേ സൈഡിൽ നമുക്ക് ഇത്തവണ 5 കാവടിയാണുള്ളത്. 5 വീടുകളാണ് ചെയ്യുന്നത്. ഇവിടെ ഈ വീട്ടിലെ 2 കാവടി അവിടെ ചെയ്യുന്നു. ഒരെണ്ണം കെട്ടിക്കഴിഞ്ഞു, ഇനി 2 കൂടി കെട്ടാനുണ്ട്. അഭിഷേകത്തിനുള്ള കാവടികൾ സ്വന്തമായി നിർമ്മിച്ചെടുക്കുന്നതാണ് പതിവ്. 5 കാവടികളാണ് ഈ സംഘം ഒരുക്കുക. വടക്കേ സെറ്റ് കൂടാതെ തെക്കേ സെറ്റ്, പടിഞ്ഞാറേ സെറ്റ്, പാറപ്പുറം സെറ്റ്, കുളപ്പുര സെറ്റ്, ഹനുമാൻ കോവിൽ സെറ്റ്, മട സെറ്റ് എന്നീ ദേശങ്ങളുടെ കാവടി സംഘങ്ങളും തൈപ്പൂയ ആഘോഷത്തിൽ പങ്കാളിയാണ്. എല്ലാ സെറ്റുകളും അഭിഷേകത്തിനുള്ള പൂക്കാവടികൾ സ്വന്തം നിലയിലാണ് ഒരുക്കുക. വിവിധ നിറങ്ങളിലുള്ള പേപ്പർ വാങ്ങി വെട്ടിയെടുത്താണ് പൂക്കൾ നിർമ്മിക്കുന്നത്. ഫോയിൽ പേപ്പർ, ചൈന പേപ്പർ, ഈർക്കിലി, മൈദ കൊണ്ടുള്ള പശ, ചരട്, കോട്ടൺ തുണി എന്നിവയാണ് പൂക്കാവടി നിർമ്മാണത്തിനായി ഉപയോഗിക്കുന്നത്. 3000 മുതൽ 3200 വരെ പൂക്കളാണ് ഓരോ കാവടിക്കും വേണ്ടിവരുന്നത്. കുഴൂർ ഗ്രാമത്തിന്റെ കൂട്ടായ്മയുടെ കരുത്തിലാണ് തൈപ്പൂയത്തിന് വാദ്യമേളങ്ങളുടെ അകമ്പടിയിൽ നിറഞ്ഞാടാൻ പൂക്കാവടികൾ വിരിയുന്നത്. TCV ന്യൂസ്, മാള. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് സ്വതന്ത്ര നിർമ്മാണ തൊഴിലാളി യൂണിയൻ തൃശൂർ ജില്ലാ കമ്മിറ്റി കളക്ടറേറ്റിലേക്ക് മാർച്ച് നടത്തി. കേരള ലേബർ മൂവ്മെന്റ് ഡയറക്ടർ ഫാദർ പോൾ മാളിയമ്മാവ് മാർച്ച് ഉദ്ഘാടനം ചെയ്തു. സ്വതന്ത്ര നിർമ്മാണ തൊഴിലാളി യൂണിയൻ ജില്ലാ പ്രസിഡന്റ് ആന്റോ പോൾ അധ്യക്ഷത വഹിച്ചു. വർക്കേഴ്സ് ഇന്ത്യ ഫെഡറേഷൻ ഡയറക്ടർ ഫാദർ ജോർജ് തോമസ് നിരപ്പുകാലായിൽ, ബേബി വാഴക്കാല, മോളി ജോബി, ഷാജു ആന്റണി, KS ജോഷി തുടങ്ങിയവർ സംസാരിച്ചു. മലക്കപ്പാറ മുക്കുംപുഴ ഉന്നതിയിൽ പാറപ്പുറത്തുനിന്ന് ചാടി വയോധികൻ ആത്മഹത്യ ചെയ്തു. 62 വയസ്സുള്ള തങ്കയ്യനാണ് മരിച്ചത്. മലക്കപ്പാറ പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. കൊണ്ടാഴി മായന്നൂർ ഗവൺമെന്റ് UP സ്കൂളിന്റെ സുവർണ ജൂബിലി ഈ മാസം 22-ന് ആഘോഷിക്കും. സുവർണ ജൂബിലി സ്മാരക അസംബ്ലി ഹാളിന്റെ ഉദ്ഘാടനവും പൂർവ്വ വിദ്യാർത്ഥി സംഗമവും പഞ്ചായത്ത് പ്രസിഡന്റ് K. ശശിധരൻ നിർവഹിക്കും. സുവർണ ജൂബിലി ആഘോഷത്തിന്റെ ബ്രോഷർ പ്രകാശനം സ്കൂളിൽ നടന്നു. പഞ്ചായത്ത് അംഗം K. സുദേവൻ മുൻ സ്കൂൾ പ്രധാനാധ്യാപിക വസന്തകുമാരിക്ക് ബ്രോഷർ നൽകി പ്രകാശനം നിർവഹിച്ചു. പഞ്ചായത്ത് അംഗം EK. മനോജ് അധ്യക്ഷനായിരുന്നു. സ്കൂൾ പ്രധാനാധ്യാപിക V. ബിന്ദു, സ്റ്റാഫ് സെക്രട്ടറി P. വേണുഗോപാൽ, P. ഉദയൻ തുടങ്ങിയവർ സംസാരിച്ചു. ക്ലീൻ സിറ്റി ക്യാമ്പയിന്റെ ഭാഗമായി വിവേകോദയം ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഗാന്ധിയൻ സ്റ്റഡീസ് വിദ്യാർത്ഥികൾ പാലസ് ഗ്രൌണ്ടിലെ മഹാഗണി മരങ്ങൾ പെയിന്റ് അടിച്ചു സംരക്ഷിച്ചു. സ്കൂൾ പ്രിൻസിപ്പൽ TS പത്മജ, ഗാന്ധിയൻ സ്റ്റഡീസ് അധ്യാപകൻ KP അനൂപ്, അനധ്യാപകരായ സുഭാഷ്, രാഹുൽ തുടങ്ങിയവർ പങ്കെടുത്തു. ചന്ദ്രാപിന്നി കണ്ണമ്പുള്ളിപ്പുറം കുമാരമംഗലം സമുദായം ക്ഷേത്രത്തിലെ തൈപ്പൂയ മഹോത്സവത്തിന് കൊടിയേറി. ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ CK നാരായണൻകുട്ടി കൊടിയേറ്റം നിർവഹിച്ചു. ക്ഷേത്രം മേൽശാന്തി പ്രണവ് ചടങ്ങുകൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ക്ഷേത്രം പ്രസിഡന്റ് പ്രമിത പ്രമോദ്, തണ്ടയാംപറമ്പിൽ സെക്രട്ടറി പ്രദീപ് കൊണ്ടേരി, ട്രഷറർ വിബ്സിൻ V. ബാലകൃഷ്ണൻ എന്നിവർ നേതൃത്വം നൽകി. പെരിങ്ങോട്ടുകര GHS LP സ്കൂളിന്റെ വാർഷികാഘോഷം താന്യം പഞ്ചായത്ത് പ്രസിഡന്റ് ശുഭ സുരേഷ് ഉദ്ഘാടനം ചെയ്തു. താന്യം പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീജ സദാനന്ദൻ അധ്യക്ഷത വഹിച്ചു. മികച്ച വിദ്യാർത്ഥികൾക്കുള്ള എൻഡോമെന്റ് വിതരണവും ഉപജില്ലാ മത്സര വിജയികൾക്കുള്ള സമ്മാന വിതരണവും നടന്നു. ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ സീന അനിൽകുമാർ, പഞ്ചായത്ത് മെമ്പർ ആന്റോ തുറയൻ, പ്രധാന അധ്യാപിക ശ്രീദേവി തുടങ്ങിയവർ സംസാരിച്ചു.
അരിമ്പൂർ കമ്മ്യൂണിറ്റി ഹാൾ ശീതീകരിക്കുന്നതിന് അടിയന്തര നടപടി സ്വീകരിക്കാൻ അരിമ്പൂർ പഞ്ചായത്ത് വികസന സെമിനാർ തീരുമാനിച്ചു. അരിമ്പൂർ പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന വികസന സെമിനാർ അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ശശിധരൻ ഉദ്ഘാടനം ചെയ്തു. അരിമ്പൂർ പഞ്ചായത്ത് പ്രസിഡന്റ് സ്മിത അജയ് കുമാർ അധ്യക്ഷയായി. വൈസ് പ്രസിഡന്റ് CG സജീഷ്, ശോഭ ഷാജി, ഹരിദാസ് ബാബു, PA ജോസ്, പഞ്ചായത്ത് സെക്രട്ടറി റെനി പോൾ തുടങ്ങിയവർ സംസാരിച്ചു. ഗുരുവായൂർ ടൗൺ ഹാളിന് പുറകിൽ നിന്ന് വീണ്ടും മൂർഖൻ പാമ്പിനെ പിടികൂടി. തദ്ദേശ ദിനാഘോഷത്തിന്റെ ഭാഗമായി ടൗൺ ഹാൾ പരിസരം വൃത്തിയാക്കുന്നതിനിടെയാണ് ശുചീകരണ തൊഴിലാളികൾ 6 അടിയോളം നീളമുള്ള പാമ്പിനെ കണ്ടത്. ടൗൺ ഹാളിന് പുറകിൽ ഉപയോഗശൂന്യമായി കിടക്കുന്ന തുമ്പൂർമൊഴി മോഡൽ മാലിന്യ സംസ്കരണ കേന്ദ്രത്തിലെ പൊട്ടിക്കിടന്നിരുന്ന ടൈലിനടിയിലായിരുന്നു പാമ്പ്. നഗരസഭയിൽ നിന്ന് വിവരം അറിയിച്ചതിനനുസരിച്ച് സിവിൽ ഡിഫൻസ് വോളണ്ടിയർ പ്രബീഷ് ഗുരുവായൂർ പാമ്പിനെ പിടികൂടി. വിവാഹം നടക്കുന്നതിനാൽ കുട്ടികളടക്കം നിരവധി പേർ ടൗൺഹാളിൽ ഉണ്ടായിരുന്നു. ഒരാഴ്ച മുമ്പ് ടൗൺഹാളിൽ നാടകം അരങ്ങേറിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ സ്റ്റേജിൽ പാമ്പിനെ കണ്ടിരുന്നു. സംസ്ഥാന വ്യാപകമായി 2 വീലറിന്റെയും ഗൃഹോപകരണങ്ങളുടെയും പേരിൽ നടന്നിട്ടുള്ള തട്ടിപ്പിൽ വടക്കാഞ്ചേരിയിലും പരാതി ഉയർന്ന സാഹചര്യത്തിൽ ഡിവൈഎഫ്ഐയും മഹിളാ അസോസിയേഷനും കോൺഗ്രസ് നേതാക്കളെയും നഗരസഭാ കൌൺസിലർമാരെയും തട്ടിപ്പുകാരാണെന്ന രീതിയിൽ പ്രചരണം നടത്തിവരികയാണെന്ന് യൂത്ത് കോൺഗ്രസ്. വടക്കാഞ്ചേരിയിൽ പ്രവർത്തിക്കുന്നു എന്ന് പറയുന്ന ശാഖയ്ക്ക് വടക്കാഞ്ചേരിയിലെ പാർട്ടിയുമായി യാതൊരു ബന്ധവുമില്ലെന്ന് യൂത്ത് കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞു. വടക്കാഞ്ചേരി നഗരസഭയിലും തെക്കുംകരയിലും ഈ പദ്ധതിയിൽപ്പെട്ട് വഞ്ചിതരായവർക്ക് ആവശ്യമായ നിയമസഹായം സൗജന്യമായി നൽകാൻ തയ്യാറാണെന്നും യൂത്ത് കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് മുഹമ്മദ് ഷഫീഖ്, യൂത്ത് കോൺഗ്രസ് മുൻ നിയോജകമണ്ഡല പ്രസിഡന്റ് അഡ്വക്കേറ്റ് അഖിൽ സാമുവൽ എന്നിവർ പറഞ്ഞു. ഇവിടെ പരാമർശിക്കപ്പെട്ടിട്ടുള്ള ആളുകൾ അവർ തന്നെ അത് കൃത്യമായി നിഷേധിക്കപ്പെട്ടിട്ടുണ്ട്. മാത്രമല്ല, അത്തരത്തിൽ എന്തെങ്കിലും പരാതികൾ ഇന്ന് വരെ പോലീസിന്റെ മുന്നിലോ മറ്റോ വന്നിട്ടില്ല. പാർട്ടിക്കും അത്തരത്തിൽ നവീകരിച്ച ആർത്താട്ട് സെന്റ് മേരീസ് ഓർത്തഡോക്സ് കത്തീഡ്രൽ കൂദാശ ഫെബ്രുവരി 12-13 തീയതികളിൽ നടക്കും. പരിശുദ്ധ മോറാൻ മാർ ബസേലിയോസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ കത്തോലിക്ക ബാവ മുഖ്യ കാർമ്മികത്വം വഹിക്കും. പൊതുസമ്മേളനം കത്തോലിക്ക ബാവ ഉദ്ഘാടനം ചെയ്യും. വികാരി ഫാദർ VM സാമുവൽ, സഹവികാരി ഫാദർ ജോസഫ് ജോർജ്, കൈസ്ഥാനി PV ഷാജു, സെക്രട്ടറി CK ബിനു, മീഡിയ കൺവീനർ ജഹീൻ P ജേക്കബ്, പബ്ലിസിറ്റി കൺവീനർ GO N ജോർജ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ഗ്രീൻ വയലൻസ് സ്കൂൾ ഓഫ് ആർട്സ് ആൻഡ് ലിറ്ററേച്ചർ വാർഷിക സമ്മേളനം ഞായറാഴ്ച തൃശൂരിൽ നടക്കും. വൈകിട്ട് 6-ന് സാഹിത്യ അക്കാദമിയിൽ നടക്കുന്ന വാർഷികാഘോഷം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് ഉദ്ഘാടനം നിർവഹിക്കും. ഡയറക്ടർ ഡോക്ടർ AC ജോസ്, പ്രസിഡന്റ് റോയ് P ജോസഫ്, സെക്രട്ടറി ആന്റണി കൊള്ളന്നൂർ, പ്രോഗ്രാം ഓർഗനൈസർ തോമസ് V ആന്റണി, ട്രഷറർ ആന്റോ ജോസഫ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ചന്ദ്രാപിന്നി വേതോട്ടിൽ ശ്രീ ഭദ്രാദേവി ഖണ്ഡാകർണ ക്ഷേത്രത്തിലെ ഉത്സവത്തിന് കൊടിയേറി. ക്ഷേത്രം തന്ത്രി ഹരിഹരസുധൻ തന്ത്രി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. നാളെ പ്രതിഷ്ഠാദിനം ആഘോഷിക്കും. ഈ മാസം 10-നാണ് ക്ഷേത്രത്തിലെ ഉത്സവം. കയ്പമംഗലം ഗവൺമെന്റ് ഫിഷറീസ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ വാർഷികാഘോഷം മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് CK ഗിരിജ ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് KP ഷാജി അധ്യക്ഷത വഹിച്ചു. മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് അംഗം RK ബേബി ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു. വൈസ് പ്രിൻസിപ്പൽ VV സായ, വാർഷിക പ്രിൻസിപ്പൽ EG സജിമോൻ, SMC ചെയർമാൻ TM അനീഷ്, LP വിഭാഗം പ്രധാനാധ്യാപിക ജ്യോതി ശ്രീവേണി തുടങ്ങിയവർ സംസാരിച്ചു. ഒരു ക്ലബ്ബുകളുടെ പ്രവർത്തനങ്ങൾ മാറ്റിയെടുക്കുന്ന രീതിയിലേക്ക് പ്രവർത്തിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതെനിക്ക് കേൾക്കാനും കഴിഞ്ഞു. നമ്മൾ അങ്ങനെ തന്നെയാണ് ആഗ്രഹിച്ചിട്ടുള്ളത്. അതിലെ ബ്ലോക്ക് പഞ്ചായത്തായാലും കയ്പമംഗലം മണ്ഡലത്തിലായാലും തീരദേശ ഭാഗങ്ങൾ ഉൾപ്പെടുന്ന പ്രദേശമാണ് നമ്മുടെ പ്രദേശമെന്ന് നമുക്കറിയാം. പ്രത്യേകിച്ച് ഫിഷറീസ് സ്കൂളിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഒരു കാലഘട്ടത്തിൽ ഇപ്പോൾ ഉന്നത വിജയ ശതമാനമുണ്ട്. ഇപ്പോൾ സജീവമാഷായാലും മറ്റ് ഇതിക്ക് മുൻപും നമ്മൾ ശ്രദ്ധിച്ചു നോക്കുമ്പോൾ ഉന്നത വിജയ നിലവാരത്തിലേക്ക് കുട്ടികൾ വളർന്നു വന്നിട്ടുണ്ട്. മതിലകം സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂളിൽ കുട്ടികൾ നിർമ്മിച്ച AI റിസപ്ഷനിസ്റ്റ് സ്കൂളിന് സമർപ്പിച്ചു.
മികച്ച PTA-ക്കുള്ള സ്റ്റേറ്റ് PTA അവാർഡിന്റെ സ്മാരകമായി PTA-യുടെ സാമ്പത്തിക സഹകരണത്തോടെയാണ് കുട്ടികൾ AI റിസപ്ഷനിസ്റ്റ് നിർമ്മിച്ചത്. സ്കൂളിൽ നടന്ന ചടങ്ങിൽ ET ടൈസൺ MLA AI റിസപ്ഷനിസ്റ്റിനെ സ്കൂളിന് സമർപ്പിച്ചു. PTA പ്രസിഡന്റ് CM ജുഗ്നു അധ്യക്ഷത വഹിച്ചു. മതിലകം പഞ്ചായത്ത് പ്രസിഡന്റ് സീനത്ത് ബഷീർ, സ്കൂൾ മാനേജർ ഫാദർ ഷൈജൻ കളത്തിൽ, പ്രധാനാധ്യാപികൻ VK മുജീബ് റഹ്മാൻ, MPTA പ്രസിഡന്റ് റഹിയാനത്ത് അൻസാരി, ഡെപ്യൂട്ടി ഹെഡ്മാസ്റ്റർ ജോജി ജോസഫ്, പുതിയകാവ് AM UPS മാനേജർ MK സൈഫുദ്ദീൻ, PTA വൈസ് പ്രസിഡന്റ് ധനേഷ് കാവാലം തുടങ്ങിയവർ സംസാരിച്ചു. സ്വർണം, വെള്ളി, പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണം ഗ്രാമിന് 7890, പവന് 63,120. വെള്ളി ഗ്രാമിന് 106, പ്ലാറ്റിനം ഗ്രാമിന് 3,407 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. പ്രധാന വാർത്തകൾ വീണ്ടും. ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിക്കാതെ സംസ്ഥാന ബജറ്റ്. സർക്കാർ ജീവനക്കാരുടെ ശമ്പള പരിഷ്കരണ കുടിശ്ശികയുടെ 2 ഗഡു അനുവദിക്കും. കേരളത്തെ ടൂറിസം ഹബ്ബാക്കി മാറ്റും. സംസ്ഥാനം സാമ്പത്തിക പ്രതിസന്ധിയെ അതിജീവിച്ചതായി ധനമന്ത്രി KN ബാലഗോപാലൻ. ഭൂനികുതി കുത്തനെ കൂട്ടി സംസ്ഥാന ബജറ്റ്. 50% വർധനവാണ് വരുത്തിയത്. വൈദ്യുതി വാഹന നികുതി കൂട്ടി. കോടതി ഫീസിലും വർധന. തൃശൂർ തേക്കിൻകാട് മൈതാനത്തിന്റെ അടിസ്ഥാന സൗകര്യ വികസനത്തിനായി 5 കോടി. കേരള കാർഷിക സർവകലാശാല ഗവേഷണ പദ്ധതികൾക്കായി 43 കോടി രൂപ. തൃശൂർ പുത്തൂർ സുവോളജിക്കൽ പാർക്കിന് 6 കോടി രൂപയും ബജറ്റിൽ വകയിരുത്തി. ചാവക്കാട് നഗരസഭാ കൌൺസിൽ യോഗത്തിൽ ഭരണ പ്രതിപക്ഷ ബഹളം. നഗരസഭാ കെട്ടിടങ്ങളുടെ വാടക കുടിശ്ശികയെ ചൊല്ലിയാണ് തർക്കം. തൃശൂർ കുറുപ്പം റോഡ്, കൂർക്കഞ്ചേരി റോഡ് നിർമ്മാണത്തിൽ അഴിമതിയുണ്ടെന്നാരോപിച്ച് BJP-യുടെ പ്രതിഷേധം. ഒരു തരത്തിലുള്ള പഠനവും ആസൂത്രണവും ഇല്ലാതെയാണ് റോഡ് കോൺക്രീറ്റിംഗ് നടത്തുന്നതെന്ന് BJP. സീഡ് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന പകുതി വില തട്ടിപ്പിൽ വടക്കാഞ്ചേരിയിൽ 6 പരാതികൾ. ഒരു പരാതിയിൽ വടക്കാഞ്ചേരി പോലീസ് കേസെടുത്തു. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.